നിങ്ങൾക്ക് മണമില്ലാത്തൊരു കിച്ചൺ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓർഡർ ഇല്ലാത്ത ഒരു ക്ലീൻ കിച്ചണിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട്, കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പല വീടുകളിലും കാണാം, ആകെ ഒരു വിൻഡോയെ കാണും, ആ വിൻഡോയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ചിമ്മിനിയും കൊണ്ടുവെക്കും. അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ ക്രോസ് വെന്റിലേഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. 2 സൈഡിൽ വിൻഡോ കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് മുകളിലുള്ള ലോഫ്റ്റ് ഒഴിവാക്കിയിട്ട് എവിടെയാണോ വിൻഡോ അതിന് മുകളിലായിട്ടൊരു വെന്റിലേറ്റർ സ്പേസും കൂടെ പ്രൊവൈഡ് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട്, സ്റ്റൗ കൊടുക്കുന്ന പൊസിഷനാണ്. പലരുടെ സ്റ്റൗ ഇരിക്കുന്നത് ഒരു ഡെഡ് സ്പേസിലായിരിക്കും, എയർ മൂവ്മെന്റ് അവിടെ കാണില്ല. അതിന് പകരം എയർ സർക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പാത്വേയിൽ നിങ്ങൾ സ്റ്റൗ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഓർഡർ തന്നെ റിമൂവ് ആവുന്നതായിരിക്കും. ഇനി അത് മാത്രം മതിയാകില്ല, നമ്മൾ ഒരുപാട് സ്പൈസസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അത്തരത്തിലൊക്കെ ഉള്ളൊരു കേസ് വരുമ്പം നിങ്ങൾക്കൊരു ഫുഡ് കൊടുക്കാം, അതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു ഫുഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അത് മാത്രം പോരാതെ വരുന്നുണ്ടെങ്കിൽ ഒരു എക്സോസ്റ്റ് ഫാനും കൂടെ കൊടുക്കുക. ഇനി എക്സോസ്റ്റ് ഫാൻ കൊടുക്കുന്ന സമയത്ത് കഴിവതും അതിന്റെ ഡക്റ്റുകൾ മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. വെന്റുകൾ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാവും എയർ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട്. ഇനി നാലാമതായിട്ട്, പലരും ചെയ്ത് കണ്ടിട്ടില്ല എന്നാൽ കേരളത്തിൽ യൂസ് ചെയ്ത് തുടങ്ങേണ്ടതാണ്. നമുക്ക് ബേണേഴ്സ് ഒക്കെ ഇരിക്കുന്ന സ്റ്റൗ വരുന്ന ഏരിയയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സോൺ ആക്കി മാറ്റി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. മാക്സിമം MDF, HDHMR അതുപോലെ ലോ ക്വാളിറ്റി പ്ലൈവുഡ്സ് പോലെ മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽസ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഫംഗൽ ഗ്രോത്ത് ഒക്കെ നിങ്ങൾക്ക് അതുവഴി കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നല്ലൊരു കിച്ചൺ ഡിസൈൻ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളിയായിരിക്കും, കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റും. സേവ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.